മാർക്കറ്റ് ഡിക്ലൈൻ ചെയ്യുമ്പോൾ, താഴോട്ട് വരുമ്പോൾ ഇത്രയും നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് വേവലാതിപ്പെടുകയും, മാത്രമല്ല ഇത് രക്ഷയില്ല, അതിന് പകരം ഇത് വിറ്റ് ക്യാഷാക്കി ബാങ്കിലിട്ടാൽ 6% ബാങ്കിൽ നിന്ന് കിട്ടും എന്ന് സമാധാനിച്ച് കൊണ്ടുപോയി ഇടുന്നതാണ് തെറ്റ്. എൻ്റെ ലൈഫിൽ എത്രയോ ആളുകളോട് വിൽക്കാൻ വേണ്ടി വന്ന സമയത്ത് കൈ പിടിച്ചു വെച്ച് ഒരിക്കലും ചെയ്തുപോലെ ഇത് കടുങ്ങുകയാണ്, ഇതൊരു ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണ്, ഇത് ചെയ്തു പോയില്ല എന്ന് പറഞ്ഞ അവസരം ഉണ്ടായിട്ടുണ്ട്. പലർക്കും എഴുതി കൊടുത്തിട്ടുണ്ട്, ഞാൻ ഇപ്പോൾ നിർദ്ദേശിക്കുന്നു ഈ ഓഹരി നിങ്ങൾ ഹോൾഡ് ചെയ്യണം, വിൽക്കരുത്. ഇന്ന് ഞാൻ വിൽക്കുന്നത് നിങ്ങളുടെ കമ്പൽഷൻ കാരണം ഞാൻ വിൽക്കുകയാണെന്ന്. ഈ കടലാസും ആയിട്ട് എത്രയോ തവണ എൻ്റെ അടുത്ത് ആളുകൾ വന്നിട്ടുണ്ട്. എത്രയോ വലിയൊരു തെറ്റാണ് ഞാൻ ചെയ്തു പോയത്. ITC, ഡോക്ടർ റെഡ്ഡീസ് ലാബ്, ഇങ്ങനെയൊക്കെ പല കമ്പനികളും അന്ന് അത് കിട്ടിയതിനേക്കാൾ 4 ഇരട്ടി 5 ഇരട്ടി 10 ഇരട്ടിയൊക്കെ ആയി കഴിഞ്ഞാൽ അവർ വിൽക്കുകയാണത്. ഇന്ന് ആ സംഭവം അവർ 5000 ഉറുപ്പിക ഇൻവെസ്റ്റ് ചെയ്തത് 1 കോടിയിൽ കൂടുതലായി എന്ന് പറയും ഒരാളും വിശ്വസിക്കില്ല. ഇത് ആളുകൾ മനസ്സിലാക്കുന്നില്ല ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഈ മേഖലയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാക്കാൻ നീന്തം പഠിക്കുന്നത് പോലെയാണ്. നീന്തം പഠിക്കണമെങ്കിൽ ക്ലാസ് റൂമിൽ പോയി കേട്ടിരുന്നാലോ അല്ലെങ്കിൽ കുറേ പുസ്തകം വായിച്ചാലോ പഠിക്കാൻ സാധിക്കില്ല. അതിന് വെള്ളത്തിൽ ചാടിയേ പറ്റൂ, വെള്ളത്തിൽ ഇറങ്ങിയേ പറ്റൂ. എന്നതുപോലെ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി മനസ്സിലാക്കണമെങ്കിൽ, അതിൽ പ്രാവീണ്യം നേടണമെങ്കിൽ നമ്മൾ അതിലേക്ക് ഇറങ്ങിച്ചെല്ലണം. നിക്ഷേപം നടത്തി തുടങ്ങണം. അങ്ങനെ ചിലപ്പോൾ കുറച്ച് നഷ്ടമൊക്കെ വരും, പക്ഷേ അതെല്ലാം ഒരു പാഠമാണ്. അപ്പോഴേ നമ്മൾ അതിൽ മാസ്റ്ററായി തീരുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും മാസ്റ്ററാകാൻ സാധിക്കും. ഏത് എക്സ്പെർട്ടൈസാണ് നമുക്കുള്ളത് അത് ഒരു വിഷയമല്ല. ഡോക്ടർമാരിൽ നല്ല നിക്ഷേപകരുണ്ട്, ടീച്ചർമാരിൽ നല്ല നിക്ഷേപകരുണ്ട്, എൻജിനീയർമാരിലുണ്ട്, എല്ലാ തരത്തിൽപ്പെട്ട ആളുകളിലും നല്ല നിക്ഷേപകരുണ്ട്. അവർ ജീവിതത്തിൽ അനുഭവസ്ഥരായി മാറിയതുകൊണ്ട് അവർ മാസ്റ്ററായി തീരുകയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, എല്ലാവർക്കും പ്രാവീണ്യം നേടാൻ സാധിക്കും, എല്ലാവർക്കും സാമ്പത്തിക അഭിവൃദ്ധി ഈ മേഖലയിൽ ഉണ്ടാക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ പരിശ്രമിക്കണം, പരിശ്രമിച്ചാൽ സാധിക്കും.